ഈ മണിയുടെ അകത്ത് കൂടെ ഇങ്ങനെ ഒന്ന് കയറ്റി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. അപ്പം നമ്മളുടെ ഈ ഒരു സൈഡ് റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാലയാണ്. അപ്പോൾ നമ്മൾ ഇതാ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത് പല പാറ്റേണിലും ചെയ്യാം. നമുക്ക് ഗോൾഡ് കുറച്ച് ചെയ്യാം, പക്ഷേ കസ്റ്റമറിന് ഗോൾഡ് കൂടുതലിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ മണിയുടെ ഇടയിൽ നമ്മൾ ഈ ഒരു 0 മണി കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ബീഡിൻ്റെയും ഇടയ്ക്ക് നമ്മൾ ഈ ഒരു 0 മണിയുടെ ഇട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിതാ ആദ്യം ഇങ്ങനത്തെ ഒരു ഗോൾഡ് ബീഡിട്ടാണ് മാല ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. വേണ്ട, അതിനുശേഷം നമ്മൾ ഈ ബ്രാസിൻ്റെ ഒരു ബീഡ് ഇട്ടു. ഓക്കെ, പിന്നെ നമ്മൾ 0 മണി ഇട്ടു. ഓക്കെ, വീണ്ടും നമ്മൾ ബ്രാസിൻ്റെ ബീഡ് ഇട്ടു. വീണ്ടും നമ്മൾ 0 മണി ഇട്ടു. വീണ്ടും നമ്മൾ ബ്രാസിൻ്റെ ബീഡ് ഇട്ടു. വീണ്ടും നമ്മൾ 0 മണി ഇട്ടു. ഇങ്ങനെ ഒരു 10 ബ്രാസിൻ്റെ ബീഡ് നമുക്ക് ഇട്ട് നോക്കാം.